ലുഗത്തൻ അൽ ഫഹ്മു, ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയം തുടങ്ങാം. ബഹുമാനപ്പെട്ട ഫായിദത്തുഹു, ഈ ഫിഖ് പഠിച്ചതുകൊണ്ടുള്ള നേട്ടം എന്താണ്? വഫായിദത്തുഹു, ഫിഖ് കൊണ്ടുള്ള പ്രയോജനം, അതുകൊണ്ടുള്ള ഉപകാരം. ഫായിദ എന്ന് പറയും അല്ലെ? വിദേശത്തൊക്കെ പലിശ പണത്തിനാണ് ഫായിദ എന്ന് പറയലെന്ന് പലപ്പോഴും കേട്ടിട്ട്, നിക്ഷേപിച്ച പണത്തിലൂടെ ലഭിക്കുന്ന ഉപകാരം എന്നർത്ഥത്തിൽ ഫായിദ എന്ന് പറയും. അതിന്റെ അർത്ഥത്തിന് നേട്ടം അതന്നെയാണ്. ഫായിദത്തുഹു, ഫിഖ് കൊണ്ടുള്ള നേട്ടം, ഫിഖിന്റെ ഉപകാരം എന്താ? ഒരാൾ ഫിഖ് പഠിച്ചതുകൊണ്ട് എന്താണ് മെച്ചം? ഫായിദത്തുഹു, ഫിഖിന്റെ പ്രയോജനം, ഫിഖിന്റെ നേട്ടം, ഫിഖിന്റെ ഉപകാരം, വഴിപ്പെടല. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്, ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്ന് മനസ്സിലാക്കാൻ ഈ കർമ്മശാസ്ത്രം മുഖേനയാണ് സാധിക്കുക. ഇംതിസാലു അവാമിരില്ല, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാ, ഇന്നത് ചെയ്താൽ തെറ്റാണ്, ഇന്നത് ചെയ്താൽ കൂലിയാണ്, ഇതൊക്കെ അറിയുമ്പോഴാണല്ലോ മനുഷ്യൻ നന്മകൾ ചെയ്യുക. അപ്പോൾ ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്. വജ്തിനാബു നവാഹി, അവാമിർ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ. അമ്ര എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, കൽപ്പന. അമ്ര കൽപ്പന, ആമിറത്ത് കൽപ്പിക്കുന്നത്, അവാമിർ കൽപ്പനകൾ. അപ്പൊ ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്. വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ നിരോധനകളെ ഉപേക്ഷിക്കലുമാണ്. അതിനെന്ത് വേണം? ഇത് നിരോധിതമാണോ, ഇത് കൽപ്പിക്കപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ കൽപ്പിക്കപ്പെട്ടത് തിരിച്ചറിയുകയും അത് വഴിപ്പെടാനും നിരോധനകളെ ഉപേക്ഷിക്കാനുമാണ് ഫിഖ് കൊണ്ടുള്ള പ്രയോജനം. വഫായിദത്തുഹു, ഫിഖിന്റെ പ്രയോജനം, ഫിഖിന്റെ ഉപകാരം, ഫിഖിന്റെ നേട്ടം. ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെടലാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കലാണ്. വജ്തിനാബു നവാഹി, അവന്റെ നിരോധനകളെ ഉപേക്ഷിക്കലുമാണ്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞ നമ്മളൊക്കെയും ഏറെ ആഗ്രഹിക്കുന്ന, ഏറ്റവും പ്രധാനമായി എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളി മിമ്പറുകളിൽ നിന്നും ഉത്ബോധനം നടത്തപ്പെടുന്ന യാ അയ്യുഹന്നാസ് ഊസീകും അവലം ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ തഖ്വ ചെയ്യണേ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറയാറുണ്ട്. തഖ്വയുടെയും ഒരു നിർവചനം ഇങ്ങനെയാണ്: ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി എന്ന് പറഞ്ഞാൽ ഫിഖ് കൊണ്ടുള്ള നേട്ടം തഖ്വയിലധിഷ്ഠിതമായ ജീവിതമാണ്. ഫിഖ് പഠിച്ചാൽ ഫിഖ്ഹിനെ ഉപകാരത്തിൽ കൊണ്ടുവരുന്നവന് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കഴിയും. അള്ളാഹു അംഗീകരിച്ചതാണോ അള്ളാഹു എതിർത്തതാണോ എന്നൊക്കെ മനസ്സിലാവാൻ പലപ്പോഴും ഫിഖ്ഹുകളെ ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ വഫായിദത്തുഹു, ഫിഖ്ഹിന്റെ നേട്ടം, ഫിഖ്ഹിന്റെ പ്രയോജനം, ഫിഖ് കൊണ്ടുള്ള മെച്ചം. ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കല. വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ നിരോധനകളെ ഉപേക്ഷിക്കലുമാണ്. അടുത്ത ഭാഗം എന്താ? വഫായിദത്തുഹു ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. എന്നാൽ ഫിഖ് പല രൂപത്തിലും ഫിഖ്ഹുണ്ട്. ഈ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം ഏത് ഫിഖ്ഹാണ്? അലാ മദ്ഹബിൽ ഇമാം അൽ മുജ്തഹിദ് അബി അബ്ദില്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല വറളിയ അൻഹു. ആരുടെ മദ്ഹബിലാണ്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിന്മേലുള്ള ഫിഖ്ഹാൻ. ഫിഖ് ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബിന് ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഫിഖ്ഹുണ്ട്. അപ്രകാരം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഫിഖ്ഹുണ്ട്. ഈ ഫത്ഹുൽ മുഈൻ ഏത് വിഷയത്തിലുള്ള ഫിഖ്, ആരുടെ ഫിഖ്ഹാണ്? അലാ മദ്ഹബിൽ ഇമാം, അൽ ഇമാമാകുന്ന ബഹുമാനപ്പെട്ട ആദരണീയനായ ഇമാമിന്റെ മദ്ഹബിന്മേലുള്ള. ഏത് ഇമാമാണൽ മുജ്തഹിദി, മുജ്തഹിദായ. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും
ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നും വിധിവിലക്കുകൾ കണ്ടുപിടിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈയെ പോലെ, ഇമാം മാലിക് ഹംബലി, ഹനഫി മദ്ഹബിലെ ഇമാമുമാരെ പോലെ യോഗ്യരായ, വളരെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടുപിടിക്കാൻ ചില വേറെ മറ്റു നിയമങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി കണ്ടുപിടിക്കാൻ പ്രാപ്തരും കൽപ്പുറ്റരുമായ പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദ് എന്ന് പറയുക. അങ്ങനെ മുജ്തഹിദായ ഇമാം മദ്ഹബിന്റെ മേൽ, ആ ഇമാം ഏതാണ്? അബൂ അബ്ദുല്ല എന്ന പേരുള്ള അബൂ അബ്ദില്ല. അബി അബ്ദില്ല എന്ന് പറഞ്ഞാൽ അറബികൾക്കൊക്കെയും പലപ്പോഴും ഇങ്ങനെ ഒരു പേരുണ്ടാകും. ഇത്തരം പേരുകൾക്ക് പറയുന്ന പേര് കുനിയത്ത് അലം എന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു പേരിന് അലം എന്നാണ് പറയാം, അല്ലെ? 2-3 സ്ഥലത്ത് ഫത്ഹുൽ മൊയ്നിൽ തന്നെ അലം എന്ന പദം കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹ് എന്നത് അലമാണ്, മുഹമ്മദ് എന്നതും അലമാണ്. ഇങ്ങനെ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്, അല്ലെ? ഓർമ്മയുണ്ടായിരിക്കും. അള്ളാഹ് എന്ന പദം അലമാണ്, മുഹമ്മദ് എന്ന പദവും അലമാണ്. എങ്കിൽ അലം എന്ന കൂട്ടത്തിൽ 3 രൂപത്തിലാണ് അലമുകളെ നമ്മൾക്ക് കാണാൻ പറ്റുക. നെഹ്വിന്റെ ഭാഷയിൽ പറയും 3 തരത്തിലാണ് അലമുകളുള്ളത്. ഒന്ന് സാദാ അലം, നമ്മൾ ഈ പറഞ്ഞ പേരുകൾ, സാദാ ഓരോരുത്തരുടെ പേര്. ഏറ്റവും വളരെ നമുക്ക് സിമ്പിളായി തിരിയാൻ ഇതിങ്ങനെ തന്നെ വെക്കാം. സാദാ ഓരോരുത്തർക്കുമുള്ള പേര്, അതിന് അലമ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെയൊക്കെ പേര്, എന്റെ പേര് മുഹമ്മദ് അലി, അങ്ങനെ അബ്ദുള്ള, ബഹ്റൈന്റെ പേര് അബ്ദുള്ള, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കുള്ള പേരിനാണ് എന്ത് പറയുന്നത്? സാദാ അലമ് എന്ന് പറയും. ഇസ്മ അലം എന്ന് പറയും. ഇസ്മ അലം എന്നാണ് പറയാ. പിന്നെ മറ്റൊരു പേരുണ്ട് സ്ഥാനവുമായി ബന്ധപ്പെട്ട് മഹത്വം അറിയിക്കാനുള്ള പേര്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശംസുൽ ഉലമായുടെ യഥാർത്ഥ പേരെന്താണ്? അബൂബക്കർ എന്നാണ്. അതാണ് ബഹുമാനപ്പെട്ടവരുടെ ഇസ്മലമ്. അതേസമയം ഷംസുൽ ഉലമ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടവരുടെ ലഖബലമാണ്, ഇസ്മലമല്ല. ഇസ്മലം ഏതാണ്? അബൂബക്കറാണ്. ലഖബ് അലമ് എന്ന് പറയുന്നത് ഷംസുൽ ഉലമ എന്നതാണ്. എന്നാൽ മറ്റൊരു അലമാണ് മക്കളിലേക്ക് ചേർത്തു പറയുന്ന അലമ്. അതിനാണ് കുനിയത്ത് അലം എന്ന് പറയും. തനിക്കൊരു മകനുണ്ടെങ്കിൽ ആ മകനിലേക്ക് ചേർത്തി എന്നെ പറയുമ്പോ, എന്റെ മകന്റെ പേര് മുഹമ്മദ് ആണെങ്കിൽ എന്റെ മോന്റെ പേര് മുഹമ്മദാണ് എങ്കിൽ എന്നെ കുറിച്ച് പറയാം അബൂ മുഹമ്മദ് എന്ന് പറയുന്നതിനാണ് കുനിയത്ത് എന്ന് പറയുക. കുനിയത്ത്, കാഫ്, നൂന്, യാ, താ, ഇങ്ങനെ 3 തരത്തിലാണ് അലമ്. ആ അലമുകളുടെ കൂട്ടത്തിൽ അറബികൾക്ക് പൊതുവേ ഉണ്ടാകുന്ന അലമാണ് കുനിയത്തലം. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി അറബികൾ പൊതുവെ സ്വയം നാമങ്ങൾ വിളിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നാണ്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഏറെക്കുറയും മക്കളിലേക്ക് ചേർത്തിയുള്ള ഒരു പേരുണ്ടാകുമെന്നാണ് പഴയകാലത്തെ ചരിത്രം. ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? ആയിരിക്കും. മക്കളിലേക്ക് ചേർത്ത് അബി അബ്ദില്ല, അബൂബക്കർ, ഇങ്ങനെ തുടങ്ങി മക്കളിലേക്ക് ചേർത്തി പേര് പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ റസൂൽ ഇപ്പോഴും അങ്ങനെ തന്നെ. അതെ, ഓക്കെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കുനിയത്തലമ ഓർമ്മയുള്ളവരൊന്ന് പേസ്റ്റ് ചെയ്താൽ നന്നാവും. റസൂലുള്ളാഹി തങ്ങൾക്കും അങ്ങനെ കുനിയത്തലമുണ്ട്. എന്തായിരുന്നു എന്ന് അറിയുന്നവരൊന്ന് പേസ്റ്റ് ചെയ്യുക. റസൂലുള്ളാഹി തങ്ങൾക്കൊരു കുനിയത്തലമുണ്ടല്ലോ, അതൊന്ന് പേസ്റ്റ് ചെയ്താൽ നന്നാവും. എന്താ നൂറുൽ ഇസ്ലാം എന്തോ തെറ്റ്? അതെ, റസൂലുള്ളാഹി തങ്ങളുടെ കുഞ്ഞത്തലമാണ് അബുൽ ഖാസിം. പ്രവാചക ശ്രേഷ്ഠ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ മകനാണ് ഖാസിം എന്നവർ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ കുഞ്ഞത്ത് അലമായി കാണപ്പെടുന്നത് അബുൽ ഖാസിം എന്നതാണ്. അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചില സ്ഥലങ്ങളിലൊക്കെയും കാണാം. അപ്പൊ അങ്ങനെ അബുൽ ഖാസിം, അല്ലെ? അബുൽ ഖാസിം എന്ന്. അപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ കുഞ്ഞത്തലമാണ് അബൂ അബ്ദില്ലാഹ് എന്നത്. അബൂ അബ്ദില്ല, അബി അബ്ദില്ല, അബാ അബ്ദില്ല എന്ന് മാറി വരും. അത് നമ്മുടെ നെഹ്വിന്റെ ഗ്രാമർ അനുസരിച്ചുള്ള ഒരു ചെറിയ പ്രയോഗമാണ്. ചില സ്ഥലത്ത് അബൂ എന്നായിരിക്കും, മറ്റു ചില സ്ഥലത്ത് അബി എന്നായിരിക്കും, ചില സ്ഥലത്ത് അബാ എന്നായിരിക്കും. ഏതായാലും അബൂ അബ്ദില്ല എന്ന പേര് അബൂ അബ്ദില്ല എന്ന മഹാന്റെ മദ്ഹബിന്മേലുള്ള. ആരാണ് ഈ അബൂ അബ്ദില്ല? എല്ലാവരെയും കുഞ്ഞത്ത് പറഞ്ഞാൽ തിരിച്ചറിയൂല. അതായത് മുഹമ്മദ് എന്നവരുടെ മദ്ഹബ്. അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം അത് മുഹമ്മദാണ്. അതാണ് മുഹമ്മദ്. അബൂ അബ്ദില്ല എന്ന മുജ്തഹിദായ ഇമാമിന്റെ മദ്ഹബിന്മേലുള്ള ഫിഖ്ഹിനാണ് ഞാനൊരു ഗ്രന്ഥം രചിക്കുന്നത്. ഈ അബി അബ്ദില്ല എന്ന് പറഞ്ഞ മുജ്തഹിദായ ഇമാം ആരാണ്? മുഹമ്മദ്.
ആരാണ്? മുഹമ്മദ് എന്നവരാണ്. ആരാണ് ഈ മുഹമ്മദ്? മുഹമ്മദ് എന്നവരുടെ ഉപ്പയാരാ? ഇബ്നു ഇദ്രീസ്. ഇദ്രീസ് എന്നവരുടെ മകനായ മുഹമ്മദ്. ഇദ്രീസ് എന്നവരുടെ മകനായ മുഹമ്മദ്. പിന്നെ എങ്ങനെയുള്ള മുഹമ്മദാണ്? അശ്ശാഫിഈ. ഷാഫിഈ എന്നവരിലേക്ക് ചേർക്കപ്പെട്ടവരായ. ഷാഫിഈ എന്ന് പറഞ്ഞാൽ ആരാണെന്നും എങ്ങനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഷാഫിഈ എന്ന് പറയുന്നതും എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി തന്നെ ഫത്ഹുൽ മുഈൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളായി ഇപ്പോൾ പോകാം. അപ്പോൾ ഷാഫിഈയായ, ഷാഫിഈ എന്നവരിലേക്ക് ചേർക്കപ്പെട്ടവരായ. ഷാഫിഈ എന്ന് പറഞ്ഞാൽ, ഷാഫിഈ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ചില ആളുകളിലേക്ക് ചേർത്ത് പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാടിന്റെ പേര് ചേർത്ത് അദ്ദേഹത്തിലേക്ക് പറയും എന്ന് പറയാൻ ആ നാട്ടുകാരൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ എന്റെ നാട് ശ്രീകണ്ഠപുരമാണെങ്കിൽ എന്നെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ശ്രീകണ്ഠപുരമീ എന്ന് പറയും. മലയാളവും ഇംഗ്ലീഷും വൽക്കരിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ടാവും. അതുപോലെ സഊദി എന്ന് പറയും. സഊദി എന്ന് പറഞ്ഞാൽ അവൻ സഊദിയാണ്, മറ്റോൻ ഹിന്ദിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണ്, സൗദിക്കാരനാണ് എന്നൊക്കെയാണ് അർത്ഥം, അല്ലെ? ഒമാനിയ്, അവൻ ഒമാൻകാരനാണ്. സൂദാനിയ്, സുഡാൻകാരനാണ്. ഇങ്ങനെ പ്രയോഗം. അൽമാനിയ്, ജർമ്മൻകാരനാണ്. ഇങ്ങനെ കാരൻ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിനുള്ള പ്രയോഗമാണ് ഈ ശക്തിയുള്ള യാ. അശ്ശാഫിഈ എന്നാണ് ശരിക്കുണ്ടാകുക. അപ്പൊ ഷാഫിഈ എന്നവരിലേക്ക് ചേർക്കപ്പെട്ട, ഷാഫിഈ എന്നവരിലേക്ക് ചേർക്കപ്പെട്ട ഇദ്രീസ് എന്നവരുടെ മകനായ മുഹമ്മദ് എന്ന പേരുള്ള അബൂ അബ്ദില്ല എന്ന കുഞ്ഞത്തലമുള്ള ഒരു മുജ്തഹിദായ ഇമാമിന്റെ മദ്ഹബിന്മേലുള്ള ഒരു ലഘു ഗ്രന്ഥമാണ് റഹിമഹുല്ലാഹ്. മഹാന്മാരുടെ നാമങ്ങൾ കേൾക്കുമ്പോ അവൾക്ക് തർലിയത്തോ മർഹമത്തോ ചെല്ലണം. അതിനൊരു പാഠമായി ബഹുമാനപ്പെട്ടവർ ചെല്ലി റഹിമഹുല്ലാഹ്, അള്ളാഹു മഹാനുഭാവന് റഹ്മത്ത് ചെയ്യട്ടെ. മാത്രം മതിയായില്ല, കൂടെ മൂപ്പരുടെ വക അവസാന ശറഹ് എഴുതുമ്പോൾ എഴുതി കൊടുത്തു വറളിയ അൻഹു, അള്ളാഹു മഹാനുഭാവനെ തൊട്ട് തർളിയത്തും ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്ക് മാത്രമല്ല റളിയല്ലാഹു അൻഹു ചെല്ലാം, മറ്റു പണ്ഡിതന്മാർക്കും ഒക്കെ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാവുന്നതാണ്. ശംസുൽ ഉലമയ്ക്കു നമുക്ക് റഹിമഹുല്ലാഹ് എന്നോ റളിയല്ലാഹു അൻഹു എന്നൊക്കെ ചെല്ലാം. അതിനൊന്നും പ്രശ്നമില്ല. സ്വഹാബികൾക്ക് മാത്രമേ റളിയല്ലാഹു അൻഹു ചെല്ലാവൂ എന്നൊന്നുമില്ല എന്നറിയിക്കാനും കൂടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ മൂലഗ്രന്ഥമായ ഖുറത്തുൽ ഐനിൽ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൽ വറളിയ അൻഹു എന്നുകൂടി ചേർത്ത് കൊടുത്തത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. അപ്പൊ ഏതായാലും ഞാൻ രചിക്കാൻ ഉദ്ദേശിച്ച ഗ്രന്ഥം ഇമാം ഷാഫിഈയുടെ മദ്ഹബിന്മേലുള്ള ഒരു ഫിഖ്ഹ് ഗ്രന്ഥമാകുന്നു, ഫിഖ്ഹിലുള്ള ഒരു ലഘു ഗ്രന്ഥമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞു വെച്ചത്. ഇനി എന്താണ് ഈ മദ്ഹബ്, എന്താണ് മദ്ഹബ്, ഇനി എന്താണ് ഈ ഇമാം ഷാഫിഈ എന്നൊക്കെ പേര് വന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തന്റെ ഫത്ഹുൽ മുഈനിലൂടെ നിർവഹിക്കുന്നത്. നമുക്ക് കേൾക്കാം. മദ്ഹബ് എന്ന് പറഞ്ഞാൽ, റഹബ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന ഒരു പ്രയോഗമായിരിക്കും. റഹബ പോയി എന്നാണ് മലയാളവൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോകാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിമ റൗഉ, ഇബ്രാഹിമിനെ തൊട്ട് പേടി പോയപ്പോൾ. ഇങ്ങനെ ഒരുപാട് സ്ഥലം കാണാം. ഏതായാലും ദഹബ എന്ന പദത്തിന്റെ അർത്ഥം, ദഹബ എന്ന പദത്തിന്റെ അർത്ഥം പോയി എന്നതാണ്. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും എന്നാണ്. ദഹബ പാസ്റ്റ് ആണ്, യദ്ഹബു ആകുമ്പോൾ പ്രസന്റും ഫ്യൂച്ചറും രണ്ടും കൂടിയായിട്ട് യദ്ഹബു പോകുന്നു, പോകും. എങ്കിൽ ഇവിടെ മദ്ഹബ് എന്ന് പറയുന്നത് പോയ സ്ഥലത്തെ അല്ലെങ്കിൽ പോയ സമയത്തെ കുറിക്കുന്നതാണ്. മദ്ഹബ് എന്ന പദം ശരിക്ക് പറഞ്ഞാൽ പോയ സ്ഥലം അല്ലെങ്കിൽ പോയ സമയം. ലർഫ് എന്നാണ് അറബിയിൽ അതിന് പറയാം. ലർഫ് കാലത്തെയോ സമയത്തെയോ കുറിക്കുന്ന പദങ്ങൾക്കാണ് ലർഫ് എന്ന് പറയാം. മദ്ഹബ് ഏതുപോലെ എന്നാണ്, കാമ എന്ന് പറഞ്ഞാൽ നിന്നു, മക്കാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം. കാമ എന്ന് പറഞ്ഞാൽ നിന്നു, മക്കാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം. അപ്രകാരം തന്നെ റബഹ എന്ന് പറഞ്ഞാൽ അറുത്തു, മദ്ബഹ് എന്ന് പറഞ്ഞാൽ അറക്കുന്ന സ്ഥലം, ത്വബഹ എന്ന് പറഞ്ഞാൽ വേവിച്ചു, മത്തുബഹ് എന്ന് പറഞ്ഞാൽ വേവിക്കുന്ന സ്ഥലം. ക്യാന്റീൻ, അടുക്കളക്ക് മത്തുബഹ് എന്നാണ് പറയാ. കാരണം എന്താ, ത്വബഹ എന്ന് പറഞ്ഞാൽ വേവിച്ചു, മത്തുബഹ് എന്ന് പറഞ്ഞാൽ വേവിക്കുന്ന സ്ഥലം. ഇങ്ങനെ സ്ഥലത്തെയോ സമയത്തെയോ അറിയിക്കുന്ന പദത്തിന് പറയുന്ന പേരാണ് ലർഫ്.
അങ്ങനെയുള്ള ഒരു ലർഫാണ് ആര് മദ്ഹബ് എന്നത്. അപ്പൊ എന്താ അർത്ഥം? പോയ സ്ഥലം. അതെ, മത്വാം എന്നും പറയല്ലേ റെസ്റ്റോറന്റിന്. അതെ, ത്വാം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് റെസ്റ്റോറന്റ് മത്വാം എന്ന് പറയല്ലേ. അതെ, മത്വാം റെസ്റ്റോറന്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ സ്ഥലത്തെയും സമയത്തൊക്കെ സൂചിപ്പിക്കാനാണ് മഫ്അൽ എന്ന മോഡലിൽ വരിക. അപ്പൊ മദ്ഹബ് എന്ന് പറഞ്ഞാൽ പോയ സ്ഥലം അല്ലെങ്കിൽ പോയ സമയം എന്നാണ്. ഇവിടെ എവിടെയാ പോയത്? ആരാ പോയത്? ഇമാം ഷാഫിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി പോയ സ്ഥലം എന്നാണോ? അവിടെ ഉദ്ദേശിക്കുന്ന മാന അലാമ, ഒരഭിപ്രായത്തിന്മേലുള്ള ഫിഖ്ഹ്. അലാമ ഒരു അഭിപ്രായത്തിന്മേലുള്ള ഫിഖ്ഹ്. ഏതഭിപ്രായമാണ്? ദഹബ ഇലൈഹി, ഇമാം ഷാഫിഈ ആ അഭിപ്രായത്തിലേക്കാണ് പോയിരിക്കുന്നത്. മിനൽ അഹ്കാം ഫിൽ മസാഇൽ, മസ്അലകളിലുള്ള ഹുക്മുകളാൽ, മസ്അലകളിലുള്ള ഹുക്മുകളാൽ ഇമാം ഷാഫിഈ പോയ അഭിപ്രായത്തെക്കുറിച്ചാണ് ഇമാം ഷാഫിഈയുടെ മദ്ഹബ് എന്ന് പറയുന്നത്. അവന്റെ മദ്ഹബുമായി പോകട്ടെ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഓൻ കണ്ട വഴിയിൽ ഓൻ പോകട്ടെ, ഓൻ പോകാൻ ഉദ്ദേശിച്ച വഴിയിൽ അവൻ പോകട്ടെ, അവന്റെ മദ്ഹബ് അവനായി കൊണ്ടുപോകട്ടെ എന്ന് പറയും. ഓരോരുത്തരും അവനവന്റെ മദ്ഹബാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവൻ കണ്ട വഴിയിലൂടെയാണ് കടക്കുക എന്ന് പറഞ്ഞതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മസ്അലകളിൽ ഹുക്മുകൾ കണ്ടെത്തുമ്പോൾ ഏത് സ്ഥലത്തേക്കാണോ, ഏതഭിപ്രായത്തിലേക്കാണോ എത്തിച്ചേർന്നത്, ഏതഭിപ്രായത്തിലേക്കാണോ പോയത്, ഈ അഭിപ്രായത്തെയാണ് മദ്ഹബ് എന്ന് പറയുന്നത്. പോയ സ്ഥലം തന്നെയാണ് ഇതിനായി പോയ സ്ഥലം എന്ന നേരെ ഭാഷ പറയില്ലെങ്കിലും പോയ ഒരു ശൈലിയിലുള്ള സ്ഥലം, ഈ അഭിപ്രായത്തിലേക്ക് ഇമാം ഷാഫിഈ എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇമാം ഷാഫിഈ ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് മദ്ഹബ് എന്ന് പറയുന്നത്. പോയ സ്ഥലം എന്ന് മലയാളത്തിൽ നേരെ അർത്ഥം വെക്കാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമാം ഷാഫിഈ മസ്അലകളിൽ അഭിപ്രായപ്പെട്ടത്, മസ്അലകളിൽ ഹുക്മുകളിൽ ഈ ഒരു അഭിപ്രായത്തിലേക്കാണ് ഇമാം ഷാഫിഈ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. അപ്പൊ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അർത്ഥം. മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാമി ഫിൽ മസാഇലി, മസ്അലകളിലുള്ള ഹുക്മുകളാൽ ഇമാം ഷാഫിഈ വന്ന ഒരു അഭിപ്രായത്തിനാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബഹുമാനപ്പെട്ടവർ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ആ പേരുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ശരിക്കും മനസ്സിലാക്കണം. ഇദ്രീസു വാലിദുഹു, ഇദ്രീസു അല്ലെ, ഇദ്രീസ് എന്ന് പറഞ്ഞത് വാലിദുഹു ആരെ ഉപ്പയാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. പൊതുവെ അറബികളൊക്കെയും പേര് പറയുമ്പോ മക്കളിലേക്കൊക്കെ ചേർത്തിട്ടാ പറയാ അല്ലെ. മുഹമ്മദ് ബിൻ അബ്ദില്ല, റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോൾ ചിലടത്ത് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് കാണാം. അബ്ദുല്ലാഹിബിൻ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കൊടുക്കും. എന്നതുപോലെ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ ബാപ്പയുടെ പേര് ഇദ്രീസ് എന്നതാകുന്നു. വഹുവ ഇദ്രീസു വാലിദുഹു, ഇദ്രീസ് എന്നത് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ ഉപ്പയാകുന്നു. അവരോ ഇദ്രീസ് എന്നവർ ആണ് ഏത് അബ്ബാസ്? നമുക്ക് പരിചയമുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണോ? അല്ല, അബ്ബാസ് എന്നവരുടെ മകനാണ്. ഹുവ ഇബ്നു അബ്ബാസ്, ഇബ്നുൽ അബ്ബാസ് ആരുടെ മകനാണ്? ഇബ്നു അബ്ബാസ്, അബ്ബാസ് എന്നവരുടെ മകനാണ്. അബ്ബാസ് ആരുടെ മകനാണ്? ഇബ്നു ഉസ്മാൻ, ഉസ്മാൻ എന്നവരുടെ മകനാണ്. ഉസ്മാനോ ഇബ്നു ഷാഫിഇൻ, ഷാഫി എന്നവരുടെ മകനാണ്. ഷാഫിഓ ഇബ്നു സായിബ് ബിൻ ഉബൈദ്, സായിബ് ബിൻ ഉബൈദ് എന്നവരുടെ മകനാണ്. സായിബ് ബിൻ ഉബൈദോ അബ്ദു യസീദ് എന്നവരുടെ മകനാണ്. അബ്ദു യസീദോ ഇബ്നു ഹാഷിം, ഹാഷിം എന്നവരുടെ മകനാണ്. ഹാഷിമോ ഇബ്നുൽ മുത്തലിബ്, മുത്തലിബ് എന്നവരുടെ മകനാണ്. മുത്തലിബോ ഇബ്നു അബ്ദി മനാഫ്, അബ്ദു മനാഫിന്റെ മകനാണ്. അബ്ദു മനാഫോ, അബ്ദു മനാഫ് ആരുടെ മകനാണ്? നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അബ്ദു മനാഫ് ആരുടെ മകനാണ്? അത് നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അബ്ദു മനാഫ് ആരുടെ മകനാണ്? നിങ്ങളാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയാ പറഞ്ഞത്. അല്ലല്ല, മദ്രസ ഹാഷിം. മനസ്സിലായില്ല? ഇലാബല്ല. ഒന്നും കൂടി ചിന്തിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പന്റെ പേര് പഠിക്കാൻ ശ്രമിക്കണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ് ഖുസൈ ഖിലാബുൻ. ആരുടേതാണ്? ഒന്നും കൂടി ഓർമ്മിക്കുക. അബ്ദുൽ മുത്തലിബ? അല്ല, അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ ഉപ്പയല്ലേ? ഖുസൈ, അതെ അതെ,
ഖുസൈയാണ്. ഖുസൈ കിലാബുൻ. ഖുസൈ റസൂലുള്ളാഹിന്റെ 20 ഉപ്പാപ്പമാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം എന്നാണ്. അതിൽപ്പെട്ടതാണ് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ. അപ്പൊ ഖുസൈ എന്നവരുടെ മകനാണ് ആരി അബ്ദു മനാഫ്. അത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും എവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്? അബ്ദു മനാഫ് എന്ന ഉപ്പാപ്പയിൽ വെച്ച്. പിന്നീട് രണ്ടുപേരുടെയും ഉപ്പാപ്പ ഒന്നാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുയുടെ ഉപ്പാപ്പയുടെ പരമ്പരയും ഇമാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയുടെ പരമ്പരയും അബ്ദു മനാഫ് എന്ന ഉപ്പാപ്പയിൽ വെച്ച് സംഗമിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ളൊരു ചോദ്യം, അബ്ദു മനാഫിന്റെ മുത്തലിബിന്റെ മകനായ ഹാഷിമിന്റെ മകൻ, ഈ അബ്ദുൽ മകനെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു മുത്തലിബ് ഓർക്കുന്നുണ്ടോ? ഇന്നലെ എത്ര മക്കളെയായിരുന്നു നമ്മൾ എണ്ണിയത്? അബ്ദു മനാഫിന് എത്ര മക്കളായിരുന്നു? ഇന്നലെ ക്ലാസ് കേട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും അത് ടെക്സ്റ്റ് ചെയ്യണം. അബ്ദു മനാഫിന് എത്രയോ മക്കളുണ്ടെന്നും അതിൽ 2 മക്കളെയാണ് പരിഗണിച്ചെന്നാണ് പറഞ്ഞത്. എത്ര മക്കളാ? 3 അല്ല, 4 3 വരട്ടെ, 4 4 4 മക്കളാണ്, 5 ഇല്ല, 4 4 അല്ലേ? 4 മക്കൾ, അബ്ദു ഷംസ്, നൗഫല്, ഹാഷിം, മുത്തലിബ്. അതിലുള്ള മുത്തലിബിന്റെ സന്താന പരമ്പരയിലാണ് എന്തായിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ആലി എന്ന് പറഞ്ഞ പദവി വന്നിരിക്കുന്നത് അല്ലെ? ആ മുത്തലിബിന് ഒരു മകനുണ്ട് ഹാഷിം. ആ ഹാഷിം ആരാണ്? റസൂലുള്ളാന്റെ ഉപ്പാപ്പയാണോ? അല്ല, കാരണം അബ്ദുമനാഫ് റസൂലുള്ളാന്റെ ഉപ്പാപ്പയാണ് അല്ലെ? അപ്പോൾ എവിടെ വെച്ച് തന്നെ സംഗമിക്കുന്നുണ്ട്? അപ്പോൾ എവിടെ വെച്ച് മഹാനവറുകൾ സന്ധിക്കുന്നു? അബ്ദുമനാഫിൽ വെച്ച് മാത്രമല്ല അല്ലെ? മുത്തലിബ് ആരാണ്? റസൂലുള്ളാന്റെ ഉപ്പാപ്പയാണ്. അബ്ദുമനാഫിൽ വെച്ച് മാത്രമല്ല സന്ധിക്കുന്നത്, മറിച്ച് മഹാനായ ഇമാം ഷാഫി ആലു നബിയിൽ പെടും, സാദാത്തിൽ സയ്യിദിൽ പെട്ടോളുന്നില്ല, ആലി എന്ന വകുപ്പിൽ പെടും. കാരണം ആലി പെടണമെങ്കിൽ എന്തായാലും മതി? മുത്തലിബിന്റെ സന്താന പരമ്പരയിൽ പെട്ടാൽ മതി അല്ലെ? നമ്മൾ പറഞ്ഞത് മുത്തലിബിന്റെയും ഹാഷിമിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങളായ അക്രീബാകുന്നല്ലേ? അപ്പൊ ഇമാം ഷാഫി, കാരണം ഇമാം ഷാഫി ഖുറൈശിയാണ്, അതുകൊണ്ട് ഇമാം ഷാഫിയെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂലോകം മുഴുവൻ ഇൽമു നിറക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു. കാരണം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. ഇനി ഷാഫി എന്നവരാരാ? വശാഫിഉൻ, ഷാഫി എന്നവർ അല്ലെ? വശാഫിഉൻ. അപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര റസൂലുള്ളാഹിയിലെ കണ്ടുമുട്ടുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടത്. ഇനി ഈ ഷാഫി എന്ന് പറഞ്ഞവർ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാണല്ലേ? എത്രാമത്തെ ഉപ്പാപ്പ? അബ്ബാസ് ഇദ്രീസ് ഉപ്പ, അബ്ബാസ് 1ാമത്തെ ഉപ്പാപ്പ, ഉസ്മാൻ, ഷാഫി 3ാമത്തെ ഉപ്പാപ്പ ഷാഫി എന്നവരിലേക്ക് ചേർത്താണ് ബഹുമാനപ്പെട്ടവർക്ക് ഈ ഒരു നാമം ലഭിച്ചത്. ഈ ഷാഫി ആരാ? വശാഫിഉൻ. സാഹിബ് അടുത്ത വശാഫിഉനിലേക്കാണ് ഇമാം അവറുകളെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അത് പേസ്റ്റ് ചെയ്തിട്ടില്ല. വഹാഷിമുൻ, ഹാഷിം എന്നവർ ഹുവല്ലദീ, അവർ ആ ഭാഗം ഒന്ന് പേസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് സഹായിക്കും. വഹാഷിമുൻ വശാഫിഉൻ, ഷാഫി എന്നവർ ഇതില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ തോടക്കർ സാഹിബ് അതിലില്ലേ? വശാഫിഉൻ എന്തോ ബിസി ആയി പോയോ? മറ്റാരത്തെങ്കിലും ഭാരത്തുണ്ടോ കയ്യില്? ഞാൻ എടുക്കാൻ നിന്നാൽ അതിൻ്റെതായ ചില പ്രോബ്ലം കൊണ്ടാണ് എടുക്കാൻ ശ്രമിക്കാത്തത്. ഞാൻ എടുത്തേ മതിയാകുന്നുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും. വേറെന്തോ വന്നല്ലോ. വശാഫിഉൻ, ഓക്കെ, നൂറുൽ ഇസ്ലാം അടിച്ചിട്ടുണ്ട്. വശാഫിഉൻ, ഷാഫി എന്നത് ഹുവല്ലദീ, ബഹുമാനപ്പെട്ട ഷാഫി എന്നവർ അല്ലദീ യുൻസബു ഇലൈഹിൽ ഇമാം, ഇമാം എന്ന ഇമാമിനെ ചേർക്കപ്പെടുന്നത് മൂപ്പരിലേക്കാണല്ലോ അല്ലെ? ഷാഫി എന്നല്ലേ ഇമാമിനെ കുറിച്ച് പറഞ്ഞത്?
ഇമാം ഷാഫിഈ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഷാഫി എന്നവർ ഹുവല്ലദി ഒരാളാണ്, യുൻസബു ഇലൈഹിൽ ഇമാം അദ്ദേഹത്തിലേക്കാണ് നമ്മുടെ ഈ ഇമാമിനെ ചേർക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ നിസ്ബ ചെയ്യാന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ നാട്ടിന്റെ പേരിലൊക്കെ ചേർത്തിട്ട് ശ്രീകണ്ഠപുരമാണെങ്കിൽ ശ്രീകണ്ഠപുരമി എന്ന് പറയും. അതുപോലെ മക്കാരനാണെങ്കിൽ മക്കി എന്ന് പറയും, മദീനക്കാരനാണെങ്കിൽ മദനി എന്ന് പറയും. ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ ചേർത്തത് ഉപ്പാപ്പയിലേക്കാണ്. ആ നിലക്ക് ഷാഫിഅ എന്ന് പറഞ്ഞത് വഹുവ അദ്ദേഹം അല്ലദീ ഒരാളാണ്, യുൻസബു ഇലൈഹിൽ ഇമാം അദ്ദേഹത്തിലേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമിനെ ചേർക്കപ്പെടുന്നത്. ഈ ഷാഫി ആരാണെന്നറിയോ? ഷാഫി എന്നവരും അദ്ദേഹത്തിന്റെ പിതാവ് സായിബ് എന്നവരും റളിയല്ലാഹു അൻഹുമാ മുസ്ലിമായിട്ടുണ്ട് യൗമ ബദരിൻ, ബദറിന്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മഹാന്മാരും സ്വഹാബികളാണ്. അപ്പൊ റസൂൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ മകന്റെ മകനാ അല്ലെ? ഷാഫി എന്നവർ സ്വഹാബിയാണ്. ഷാഫി എന്നവരുടെ മകൻ ആരാ? ഉസ്മാൻ എന്നവരാണ്. ഉസ്മാൻ എന്നവരുടെ മകൻ അബ്ബാസാൻ. അബ്ബാസ് എന്നവരുടെ മകനാണ് ഇദ്രീസ്. ഇദ്രീസിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇമാം ഷാഫി എന്നവരും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരുടെ ഗണത്തിൽപ്പെട്ട പ്രപിതാക്കളിൽപ്പെട്ട ഷാഫി എന്നവരും അപ്രകാരം അദ്ദേഹം മഹാനവറുകളുടെ പിതാവ് സാഹിബ് എന്നവരും ബദർ ദിവസത്തിൽ മുസ്ലിമായവരാണ്. രണ്ടുപേരും ആരാണ്? രണ്ടുപേരും സ്വഹാബിയാണെന്നർത്ഥം. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പര സ്വഹാബിയിലേക്കും എത്തിച്ചേരുന്നു. മാത്രമല്ല ഖുറൈശിയുമാണ് എന്ന കുടുംബ പരമ്പര, വളരെ മഹിതമായ കുടുംബ പരമ്പരയുള്ള മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇനി ഇമാം ഷാഫിയുടെ ജനനവും മരണവും ഒക്കെയാണ് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത്. വവുലിദ ഇമാമുന, നമ്മുടെ ഇമാം ജനിച്ചു റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാനുഭാവനെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. വവുലിദ ഇമാമുന, വുലിദ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രസവിക്കപ്പെട്ടു. വലദ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. വലദത്തുഹു മഖ്തൂനൻ, മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയെ പ്രസവിച്ചു. മഖ്തൂനൻ മക്ഹൂലൻ, സുർമയിടപ്പെട്ടവരായ നിലയിലും മാർക്കമംഗലം ലിംഗം ഛേദിക്കപ്പെട്ടവരുമായ നിലയിൽ, മാർക്കം സുന്നത്ത് കല്യാണം നിർവഹിക്കപ്പെട്ട നിലയിൽ പുണ്യ നബിയെ പ്രസവിച്ചു. വലദത്ത്, വലദാന്ന് പറഞ്ഞാ പ്രസവിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ്, പ്രസവിച്ചിട്ടില്ല. വവുലിദ ഇമാമുന, നമ്മുടെ ഇമാം പ്രസവിക്കപ്പെട്ടു, അതായത് ജനിച്ചു. നമ്മുടെ ഇമാം ജനിച്ചു സനത ഖംസീന വമിഅത്തിൻ. ഖംസീന എന്ന് പറഞ്ഞ 50, മിഅത്ത് 100. അപ്പൊ ഹിജറ 150 ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. വവുലിദ ഇമാമുന റളിയല്ലാഹു അൻഹു സനത ഖംസീന വമിഅ, 150 ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ചു. എവിടെയാ ജനിച്ചത്? ബഹുമാനപ്പെട്ടവർ ജനിച്ചത് ഗസ്സയിലാണ് അല്ലെ? ഗസ്സയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ചെറിയൊരു ഓർമ്മ പിശക് പറ്റിയും തോന്നുന്നുണ്ട്. ഗസ്സയിൽ ജനിച്ചത് തന്നെയല്ലേ, വഫാത്തായതല്ലോ? അല്ല, ജനിച്ചത് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ. ഗസ്സയിൽ നിന്നാണ് എന്റെ ക്ലിയറായ ഓർമ്മ. ചെറിയൊരു ഓർമ്മ പിശക് ഇപ്പൊ പറ്റി പോയിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ഉസ്താദുമാർ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഗസ്സയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയുടെ ജനനം എന്നാണ് ഓർക്കുന്നത്. ഏതായാലും ഹിജറ 150 ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. വതുവഫിയ, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഗസ്സയിലാണെങ്കിൽ ഗസ്സയിലാണ് ബഹുമാനപ്പെട്ട ഗസ്സയിലെ മുസ്ലിം സുഹൃത്തുക്കൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണ സമാധാനം നൽകുമാറാവട്ടെ. സമാധാന അന്തരീക്ഷം ഫലസ്തീനിലും ഫലസ്തീനിന്റെ മറ്റു പ്രദേശങ്ങളിലൊക്കെയും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇസ്രായേലി ജൂത പിശാചുക്കളെ അള്ളാഹു കണക്കറ്റ് ശിക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒർക്കത് വൃക്ഷത്തിന്റെ പിന്നെ ഒർക്കതല്ലാത്ത മറ്റു വൃക്ഷങ്ങളൊക്കെയും വിളിച്ചു പറയുന്ന, ഇതാ ജൂതൻ കൊന്നോളൂ മുസ്ലിമെ എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷം, ഖിയാമത്ത് നാളിന് അടുത്ത നിമിഷങ്ങളിലാണെങ്കിലും അതുപോലുള്ള വലിയൊരു പ്രയാസങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു
ഇസ്രായേലികളെ അള്ളാഹു പരീക്ഷിക്കുമാറാവട്ടെ, പ്രയാസപ്പെടുത്തുമാറാവട്ടെ എന്ന് ആമുഖം സാന്ദർഭികമായി ദുആ ചെയ്യാൻ മറ്റു നമ്മുടെ നാടുകളിലുമൊക്കെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം അള്ളാഹു പൂർണ്ണമായും നിലനിർത്തി തരുമാറാവട്ടെ. അതിന് വിലങ്ങതടിയായി ആര് പ്രവർത്തിക്കുന്നുവെങ്കിലും അവരെ ഒറ്റപ്പെടുത്താൻ അള്ളാഹു സമൂഹത്തിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്യാൻ. വവുലിദ ഇമാമുനാ റളിയല്ലാഹു അൻഹു സനത 50 വ 100 ഹിജ്റ 150 ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. വതുവഫിയ അവിടുന്ന് വഫാത്തായത് യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിൽ. വതുവഫിയ അവിടുന്ന് വഫാത്തായി, ഈ ലോകം വെടിഞ്ഞു. യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിൽ. എപ്പോൾ? ഏത് മാസമാണ്? സൽഖറജബിൻ. സൽഖറജബിൻ റജബിൻ സൽഖറജബ ഒരു നിശ്ചിത മാസമായതുകൊണ്ട് റജബ എന്ന് വായിക്കാം. സൽഖറജബ റജബിന്റെ അവസാന ദിവസം. റജബിലെ അവസാന ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസമാണ് വഫാത്തായത്. സനത 40 വ 200 അല്ലെ, 4 204 എന്ന് പറഞ്ഞാൽ ഹിജ്റ 204 ബഹുമാനപ്പെട്ട വഫാത്തായത്. അപ്പോൾ എത്ര വയസ്സ് കാണും? ഇമാം ഷാഫി എന്ന് പറഞ്ഞ നമ്മളൊക്കെയും മുഖ്തദാ ബിഹിയായി തുടരപ്പെടുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനി 50 to 204 തെറ്റിയതാണല്ലേ, എഴുതുമ്പോ തെറ്റിയതായിരിക്കും. 54 വയസ്സ് അല്ലെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ചില്ലറ വരും. ഏതായാലും 54 വയസ്സുകാലം വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് വലിയ ജീവിതം തീർക്കാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി 54 വർഷം കൊണ്ടാണ് ഇക്കണ്ട വലിയ സേവനം. ഒരു വലിയ വിഭാഗം മുസ്ലിം ജനകോടികൾ മുഖ്തദാബിഹിയായി തുടരപ്പെടാൻ, സ്വീകരിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കാനും അതിന്റെ മാർഗങ്ങളൊക്കെ കണ്ടെത്താനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നിഅമത്ത് വല്ലാത്ത തന്നെയാണ്. അല്ലാഹു മഹാനുഭാവനോടൊപ്പം സ്വർഗ്ഗലോകത്ത് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ യാ റഹ്മർ റഹീമീൻ. ഏതായാലും ഗർഭശാസ്ത്രത്തിലുള്ള ഒരു ലഘു ഗ്രന്ഥമാണ് ഞാൻ രചിക്കാൻ പോകുന്നത് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സാന്ദർഭികമായും അതിൽ ചില വിശദീകരണങ്ങളൊക്കെയും കടന്നു വന്നു എന്ന് മാത്രം അല്ലെ. മഹാനുഭാവൻ തന്റെ ഫത്ഹുൽ ഖുറത്തുൽ ഐൻ എന്ന മൂലഗ്രന്ഥത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ രചിക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഷാഫി മദ്ഹബിലുള്ള ഒരു ഹ്രസ്വമായ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികം നമുക്ക് ചില ചോദ്യങ്ങളും, ബഹുമാനപ്പെട്ട മഹാനുഭാവൻ തന്നെ തന്റെ വ്യാഖ്യാനം എഴുതിയപ്പോ എന്താണ് ലഘുഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, എന്താണ് ഫിഖ്ഹ്, എന്താണ് ഫിഖ്ഹ് കൊണ്ടുള്ള നേട്ടം, എന്താണ് ഫിഖ്ഹിന്റെ അടിത്തറ, ഫിഖ്ഹിന്റെ സ്രോതസ് എന്താണ്, ഫിഖ്ഹിന്റെ സ്രോതസ് ഏതാണെന്നാ പറഞ്ഞത് സുഹൃത്തുക്കളെ? മറന്നോ? ഫിഖ്ഹിന്റെ സ്രോതസ് ഏതാണെന്നാ പറഞ്ഞേ? ഫിഖ്ഹ് ഉണ്ടായത് ഏതിൽ നിന്നാണ്? നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ ഭാഗം. ഫിഖ്ഹിന്റെ സ്രോതസ് എത്രയാ? ഫിഖ്ഹിന്റെ സ്രോതസ്സിനെ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തിയത് എത്ര എണ്ണ എന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ അല്ലെ. ഫിഖ്ഹിന്റെ സ്രോതസ്സായി ഫിഖ്ഹ് ലഭ്യമായത് എവിടെ നിന്നാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ ഫത്ഹുൽ മുഈൻ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണ ഫിഖ്ഹിന്റെ സ്രോതസ്? 4 അല്ലെ? അതെ, 4 എണ്ണാണ് അല്ലെ. ഇസ്ലാമിന്റെ പ്രമാണമായ 4 പ്രമാണങ്ങൾ: ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ 4 എണ്ണത്തിൽ നിന്നാണ് ഫിഖ്ഹ് ലഭിച്ചതെന്ന് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്തുണ്ടായിരുന്നു. വസ്തിംദാദുഹു മിനൽ കിതാബി വസ്സുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ് എന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കാണും. തിരക്കുകൊണ്ടോ മറ്റോ ടെക്സ്റ്റ് ചെയ്യാൻ ചിലരൊക്കെ മറന്നുപോയതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും അപ്പൊ ഹിജ്റ 150 വഫാത്തായി. ഹിജ്റ 150 ജനിച്ച് 204 വഫാത്തായി. ഹിജ്റ 150 ഒന്നാം വളരെ പ്രബല മദ്ഹബായ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നാണ്. ഹിജ്റ 150 അബൂ ഹനീഫ ഇമാം വഫാത്താകുന്നു. അന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ചിലരൊക്കെ ഇവിടെ ചില തമാശകളോ അല്ലെങ്കിൽ ചില ഗൗരവമായ ചില വശങ്ങളോ പറയാറുണ്ട്. കാരണം ഇമാം ചിലര് പറയും ചില ഹനഫി ഷാഫി ഒക്കെ പരസ്പരം വൈര്യങ്ങൾ കൊണ്ടുനടക്കുന്ന, അങ്ങനെ ഒരു കൊണ്ടുനടക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം എല്ലാം മുസീബാണ്, എല്ലാവരും ഓക്കെയാണെന്ന അഭിപ്രായക്കാരെ നമ്മൾ, ഒരു മദ്ഹബും തെറ്റാണെന്നുള്ള ഒരു വാദവും നമുക്കില്ല. അപ്പൊ സ്വാഭാവികം ചില ആളുകളൊക്കെ വെറുതെ തമാശക്കെങ്കിലും പറയും ഇമാം ഷാഫി റളിയല്ലാഹു പേടിച്ച് അബൂ ഹനീഫ മരിച്ചുപോയി. ചിലർ പറയും അബൂ ഹനീഫ ഉള്ളതുകൊണ്ട് കടന്നു വരാതെ ഇമാം ഷാഫി
മരിക്കാൻ വരെ കാത്തുന്നു. ഇങ്ങനെ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ചില ഷാഫി ഹനഫി തമ്മിലുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട കർമ്മല്ല. നമുക്കെല്ലാം നമ്മുടെ മഹാന്മാരായ ഇമാമുകളും വളരെ ആദരണീയരാണ്. അവരോടൊപ്പമൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. സാന്ദർഭികമായ വിഷയം ഉണർത്തിയെന്ന് മാത്രം. അപ്പൊ ഏതായാലും വസമ്മൈതുഹു ഇനി ആ ഗ്രന്ഥത്തിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു. വസമ്മൈതുഹു ഈ ഒരു ലഘുഗ്രന്ഥത്തിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു ബി ഖുർറത്തിൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ. ആ ബ്രാക്കറ്റിലുള്ളതാണ് പേര്. നോക്കണേ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. ഖുർറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ, ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുള്ള കൺകുളിർമ എന്നാണ് അതിനർത്ഥം വരിക. വസമ്മൈതുഹു അതിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു ബി ഖുർറത്തിൽ ഐൻ. ഇങ്ങനെ വിശദീകരിക്കാണ്. കൺകുളിർക്കൽ എങ്ങനെ? ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീനി, ദീനിന്റെ ഹുക്കുമുകളിൽ നിന്ന് പ്രധാനപ്പെട്ടവ വിവരിക്കൽ കൊണ്ട്. അങ്ങനെ ബയാൻ എന്ന് പറഞ്ഞ് നമ്മൾ മിന്നാന്ന് വിശദീകരിച്ചിരുന്നു. ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, വ്യക്തമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. മുഹിമ്മാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്. അഹ്കാം എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ. അദ്ദീൻ, ദീനിന്റെ പരിശുദ്ധ ദീനിന്റെ ഹുക്കുമുകളിൽ നിന്ന് പ്രധാനപ്പെട്ടത് വിവരിക്കൽ കൊണ്ട് കൺകുളിർക്കുക എന്ന രൂപത്തിലുള്ളൊരു പേര് ബഹുമാനപ്പെട്ടവർ നൽകി. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ രൂപത്തിൽ കൺകുളിർമ തന്നെയാണ് ഖുർറത്തുൽ ഐനും ഫത്ഹുൽ മുഈനും കൊണ്ട് നേടാൻ കഴിയുക എന്ന് ഫത്ഹുൽ മുഈൻ പാരായണം ചെയ്യുന്ന ആരും സമ്മതിച്ചു പോകുന്ന ഒരു യാഥാർത്ഥ്യം. ഫത്ഹുൽ മുഈനി കിതാബുൻ ശഅ്നുഹു അജബുൻ ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബുൻ എന്ന് പലരും പറഞ്ഞത് അപ്പഴാണ്. ഫത്ഹുൽ മുഈന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതം. മറ്റു പല ഗ്രന്ഥങ്ങളും ഒരുമിച്ച് കൂട്ടാത്ത വല്ലാത്ത പലതും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് ഫത്ഹുൽ മുഈനെ കുറിച്ച് പലരും പാടിയതും പറഞ്ഞതൊക്കെ ആ ഒരു ശൈലിയിലാണ്. അതുകൊണ്ടായിരുന്നു അത് ചെറിയ രൂപത്തിലെങ്കിലും ഓതാനും അത് കേൾക്കാനൊക്കെ നമുക്കൊക്കെ സൗകര്യം ലഭിച്ചു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, നിലനിർത്തി തരികയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി ബഹുമാനപ്പെട്ടവർ തന്നെ പറയാണ്. അപ്പം മൂലഗ്രന്ഥത്തിന്റെ പേര് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീനാണ്. ശറഹ് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേര് ഫത്ഹുൽ മുഈൻ എന്നുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഫത്ഹുൽ മുഈൻ അപ്പൊ ചിലപ്പോ ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നാണ് മൂലഗ്രന്ഥത്തിന്റെ പേര്, ഫത്ഹുൽ മുഈൻ എന്നാണ് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേരെന്ന് മനസ്സിലാക്കുക. രണ്ടാളും ഒന്നാണ്. മൂലഗ്രന്ഥത്തിന് എന്താ അറബി പറയാ സുഹൃത്തുക്കളെ? മറന്നോ? മൂലഗ്രന്ഥത്തിന് അറബിയിൽ പറയുന്ന പദം അത് മറക്കാൻ പാടില്ല. കാരണം നമുക്ക് പലപ്പോഴും ആവശ്യം വരും. ഒന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യണം സുഹൃത്തുക്കളെ. ഓർമ്മയുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുമാണല്ലോ. മൂലഗ്രന്ഥത്തിന് എന്താ അറബി പറയാ? മൂലഗ്രന്ഥത്തിന് അറബിയിൽ പറയുന്ന പേര് പേസ്റ്റ് ചെയ്യുന്ന ഉസ്താദുമാരാണെന്ന് സംശയമുണ്ട്. ഏതായാലും സുഹൃത്തുക്കളൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തോളൂ. അതെ, മത്തിന് അല്ലെ, മത്തിന് എന്നാണ് മൂലഗ്രന്ഥത്തിന് പറയാ. വ്യാഖ്യാന ഗ്രന്ഥത്തിനോ? വ്യാഖ്യാന ഗ്രന്ഥത്തിന് എന്ത് പറയും അറബിയിൽ? മത്തിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം അല്ലെ, മത്തിന് മത്തിന് എന്നിങ്ങനെ പറയാം. വ്യാഖ്യാന ഗ്രന്ഥത്തിന് ഷറഹ് അല്ലെ. മുഹമ്മദ് ടിക്ക മാറിപ്പോയതായിരിക്കും അല്ലെ, ഷറഹ് അല്ലെ. അതെ, ഷറഹ്. അപ്പം മൂലഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേരാണ് ഫത്ഹുൽ മുഈനി ബിശറഹി ഖുർറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ എന്നുള്ളത്. ഏതായാലും ഇൻതഖബ്തുഹു ഇതിനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഗ്രന്ഥം എഴുതാൻ ഞാൻ അവലംബിച്ച ഗ്രന്ഥം. നമ്മൾ പലപ്പോഴും ചില ലേഖനങ്ങളും മറ്റൊക്കെ കണ്ടാൽ അവസാനം അവലംബം എന്ന് പറഞ്ഞ് ചില ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തും. അപ്പൊ ഏത് ഗ്രന്ഥങ്ങളും മറ്റും പരിശോധിച്ചാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഞാൻ ഉണ്ടാക്കിയത് എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന് പരിചയപ്പെടുന്നത്. നല്ലതാണ്. ഏത് വിഷയങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ അവലംബമൊക്കെ എഴുതിയാൽ ഒന്നുകൂടി വളരെ സുഖാണല്ലോ. ആ നിലക്ക് ഇൻതഖബ്തുഹു ഞാൻ ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, കണ്ടെടുത്തിരിക്കുന്നു. വഹാദ ശറഹ ഏതും ഈ മൂലഗ്രന്ഥം മാത്രമല്ല, ഈ വ്യാഖ്യാന ഗ്രന്ഥത്തെയും ഇൻതഖബ്തുഹു ഈ ഗ്രന്ഥത്തെയും ഇതിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. മിനൽ കുതുബിൽ മുഅ്തമദ അവലംബാർഹമായ ഗ്രന്ഥങ്ങളിൽ നിന്ന്. ഗ്രന്ഥത്തെയും മിനൽ കുതുബിൽ മുഅ്തമദ അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്. ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അങ്ങ് ഞാൻ അവലംബിച്ചിട്ടില്ല.
വളരെ അവലംബാർഹമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. മിനൽ കുത്തുബിൽ മുഅ്തമദ, അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്. ആർക്കൊക്കെയുള്ള ഗ്രന്ഥം? ഒന്ന് ലിശൈഖിനാ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഒന്ന് നമ്മുടെ ശൈഖുനാക്കുള്ള ഗ്രന്ഥം. ഏതാ നമ്മുടെ ശൈഖുന? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ ഉസ്താദ്, ശൈഖുന എന്ന് പറഞ്ഞ ഉസ്താദ് ആരാണ്? ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന സ്ഥാനപ്പേരുള്ള, റഈസുൽ മുഹഖ്ഖിഖീൻ എന്ന കണ്ണിയത്ത് ഉസ്താദിന് സ്ഥാനപ്പേരുള്ളതുപോലെ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന സ്ഥാനപ്പേരുള്ള മഹാനാണ് നമ്മൾ പറയാൻ പോകുന്ന ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥൻ ശൈഖിന ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന പദത്തിന്റെ അർത്ഥം, മുഹഖ്ഖിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു, വിഷയങ്ങൾ ദലീല് മുഖേന, തെളിവ് മുഖേന സമർത്ഥിക്കുന്ന ആളുകൾക്കാണ് മുഹഖ്ഖിഖ് എന്ന് പറയുക. അപ്പോൾ മുഹഖ്ഖിഖുകളുടെ അവസാനത്തെയാൾ എന്നാണ് ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. പിന്നെ എങ്ങനെ റഈസുൽ മുഹഖ്ഖിഖീൻ വന്നു എന്ന് ചില ചോദിക്കാറുണ്ട്, അല്ലേ? ഖാദിയാനികൾ ഖാത്തിമുൻ നബിയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞതിന് ചിലപ്പോൾ ഖണ്ഡനമായി പറയാറുണ്ട്, ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഈ പറയുന്ന അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങളാണെങ്കിൽ എങ്ങനെ മറ്റു പലരെ കുറിച്ചും മുഹഖ്ഖിഖാണെന്നും റഈസുൽ മുഹഖ്ഖിഖീൻ നമ്മൾ പറഞ്ഞു നോക്കിയുണ്ടല്ലോ. അതിനുള്ള മറുപടി, ഈ മുഹഖ്ഖിഖീങ്ങളെ വീക്ഷിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി മുഹഖ്ഖിഖ് തീർന്നു എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ വീക്ഷണത്തിൽ നമ്മൾ മറ്റു പലതിലേക്കും അപേക്ഷിച്ച് റഈസുൽ മുഹഖ്ഖിഖീൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഓരോന്നും വക്കാലത്തേക്ക് അപേക്ഷിച്ച് മുഹഖ്ഖിഖ് എന്ന് അവർ കണക്കാക്കിയ പദവിയുടെ അവസാനം ഇബ്നു ഹജർ തങ്ങൾ തന്നെയാണ്. ആ നിലക്കാണ്. അല്ലാതെ ഈ ഖാത്തിമത്തിന് വീണ്ടും അവസാന ബസ് കൂടെ കൂടി ഉണ്ടെന്നല്ല. അവസാന ബസ് കൂടെ കൂടി ഉണ്ടാവും, ലാസ്റ്റ് ബസ് അപ്പൊ കൂടെ കൂടി ഉണ്ട് ഉണ്ടാവില്ലല്ലോ. ലാസ്റ്റ് ബസ് എന്ന് പറയുന്ന അവസാന ബസ്സിനാണ്. അത് പിന്നെ കൂടെ കൂടി ഉണ്ടായി ശരിയാവോ? ചില ആളുകളോട് ചോദിച്ചാൽ പറഞ്ഞ ലാസ്റ്റ് ബസ് അപ്പൊ കൂടെ കൂടി ഉണ്ട്, ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ. ഏതായാലും അപ്പം ഒന്നാമത്തേത് ഞാൻ അവലംബിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന സ്ഥാനപ്പേരുള്ള, സ്ഥാനപ്പേരിന്റെ അറബി മറക്കരുത്. സ്ഥാനപ്പേരിന്റെ അറബി എന്താ സുഹൃത്തുക്കളെ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. എന്നാൽ നമുക്ക് മറക്കാതെയും ഓർമ്മയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റുമല്ലോ. ടെക്സ്റ്റ് ഓവറാകുന്നുണ്ടെങ്കിൽ എന്നോട് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഏതായാലും നമ്മളൊരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലിരിക്കണമല്ലോ. അതുകൊണ്ട സ്ഥാനപ്പേരിന് അറബിയിൽ പറയുന്ന പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഇബ്നു അഹ്മദ് ബിൻ ഹജർ എന്ന് പറഞ്ഞ മഹാനുഭാവന്റെ, അല്ല കുനിയത്തല്ല, കുനിയത്ത് ഉപ്പായി മക്കളിലേക്ക് ചേർത്ത് ഉപ്പ ഉമ്മ കൊണ്ട് തുടങ്ങുന്ന പേരിനാണ് കുഞ്ഞത്ത് എന്ന് പറയാം. റസൂലുള്ളാഹിന്റെ കുഞ്ഞത്ത് അബുൽ കാസിം പോലെ കുഞ്ഞത്തല്ല, മറന്നോ? ലഖബ്, അതെ ലഖബ് അല്ലെ? ലഖബ് അലം, ലഖബ് അലം എന്നാണ് പറയാ, ലഖബ് അലം. അപ്പൊ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്നത് അഹ്മദ് ബിൻ ഹജർ ഹൈതമി തങ്ങളുടെ ലഖബ് അലമാണ്. മാത്രമല്ല ശിഹാബുദ്ദീൻ, വേറെയും ലഖബലമുണ്ട്. ഒരാൾക്ക് തന്നെ വ്യത്യസ്തമായ ലഖബ് ഉണ്ടാവാം. ശിഹാബുദ്ദീൻ, ദീനിന്റെ വെളിച്ചം, ദീനിന്റെ ചെങ്കോല് എന്നൊക്കെ പറയാം, ദീനിന്റെ പ്രകാശം, പ്രശോഭ. ശിഹാബുദ്ദീൻ എന്നും സ്ഥാനപ്പേരുണ്ട്. ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്നും സ്ഥാനപ്പേരുള്ള നമ്മുടെ ഗുരുനാഥനിക്കുള്ള അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥം. ശൈഖുന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ഗുരുനാഥൻ എന്ന, നമ്മുടെ ഉസ്താദ് എന്നാണ് ശൈഖുന എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോ നമ്മുടെ ശൈഖിനിക്കുള്ള, നമ്മുടെ ഉസ്താദിനിക്കുള്ള അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥം, അതായത് ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന സ്ഥാനപ്പേരുള്ള, മാത്രമല്ല ശിഹാബുദ്ദീൻ എന്നും സ്ഥാനപ്പേരുള്ള അഹ്മദ് ഇബ്നു ഹജർ. എന്താ മൂപ്പരുടെ പേര്? ഹജർ എന്നവരുടെ മകൻ അഹ്മദായ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഹൈതം എന്ന നാട്ടിലേക്ക് ചേർക്കപ്പെട്ടവരായ, ഹൈതം എന്ന നാട്ടിലേക്ക് ചേർക്കപ്പെട്ടവരായ ഇബ്നു ഹജർ എന്നവരുടെ മകനായ, ഹജർ എന്നവരുടെ മകനായ അഹ്മദ് എന്നാണ് ആരുടെ പേര്? ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബല ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താജ്. ഈ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ രചയിതാവിന്റെ പേര് അഹ്മദാണ്. അതോടൊപ്പം ഫത്ഹുൽ മുഈൻ എന്ന നമ്മൾ പലപ്പോഴും അവലംബിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ മുസന്നിഫിന്റെ പേരും എന്ത് തന്നെ? സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയണം. നമ്മൾ ഓതുന്ന ഈ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന്റെ ഇമാമിന്റെ പേര് എന്താണെന്ന് ഓർമ്മയുള്ളവർ എഴുതണം. നമ്മൾ പഠിക്കുന്ന ഈ കിതാബിന്റെ മുസന്നിഫിന്റെ പേര് നമ്മൾ എന്താണെന്നൊന്ന് എഴുതിയാൽ കൊള്ളാം. നമ്മൾ പഠിക്കുന്ന ഈ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, നമ്മൾ പഠിക്കുന്ന ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് മുഹമ്മദോ? മുഹമ്മദ് അല്ല, ശരി വന്നാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, അതുകൊണ്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞേ. സൈനുദ്ദീൻ മഖ്ദൂം അല്ല, സൈനുദ്ദീൻ മഖ്ദൂം ഈ പറഞ്ഞതുപോലെ സൈനുദ്ദീൻ എന്നതൊരു സ്ഥാനപ്പേരാണ്.
സൈനുദ്ദീൻ മഖ്ദൂം എന്നൊക്കെ പറഞ്ഞത് സൈനുദ്ദീൻ എന്നൊരു സ്ഥാനപ്പേരാണ്. അബ്ദുള്ള അല്ല, അബ്ദുള്ളയല്ല, അഹ്മദ്. അതെ, നൂറുൽ ഇസ്ലാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അഹ്മദ് എന്നാ. അപ്പോ ഇബ്നു ഹജർ തങ്ങളുടെ പേര് അഹ്മദാണ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന നമ്മൾ ഓതുന്ന ഫത്ഹുൽ മൊയ്നിന്റെ ഗ്രന്ഥകർത്താവിന്റെ പേരും അഹ്മദാണ് അല്ലെ. അപ്പൊ അഹ്മദ്, അപ്പൊ ഏതായാലും നല്ലൊരു ബന്ധമുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട ഒരു കാര്യമായി അവലംബിച്ച ഒരു ഗ്രന്ഥം ഇബ്നു ഹജർ അൽ ഹൈത്തമി എന്ന് പറഞ്ഞ അഹ്മദ് എന്ന പേരുള്ള മഹാനുഭാവന്റെ ഗ്രന്ഥമാണ്. ഹൈത്തമി എന്ന് പറയുന്നത് ഹൈത്തം എന്നതിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലേക്കൊക്കെ ചേർക്കപ്പെടുന്ന പോലെ ചേർക്കപ്പെട്ടതാണ്. അത് ബഹുമാനപ്പെട്ട നന്ദിദാറുസ്സലാം അറബിക് കോളേജിൽ നൽകപ്പെടുന്ന തഖസ്സുസ് ബിരുദത്തിന്റെ പേരാണ്. സുഡാനാണോ ഹൈത്തം? അത് കൃത്യമായി എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളെ ആവാൻ സാധ്യതയുണ്ട്. സുഡാനിൽ അങ്ങനെ നാടുണ്ടെങ്കിൽ ഒന്ന് അബു സഫീദാൻ സുഹൃത്ത് ഒന്നുകൂടി ഒന്ന് അറിയിച്ചെന്നാൽ നന്നാവും. സുഡാനിലാവാനൊക്കെ സാധ്യത. കാരണം ബഹുമാനപ്പെട്ടവർ മക്കയത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം മക്കയിൽ വെച്ചായിരുന്നു ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനായത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിസരത്തൊക്കെ തന്നെ ആവാനാണ് സാധ്യത. ഒന്ന് കൃത്യമായി ഒന്ന് അന്വേഷിക്കാൻ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ പിന്നീട് അറിയിക്കാം. കൃത്യമായി സ്ഥലം ഏതാണെന്ന് പരിചയമില്ല. പൊതുവെ നമ്മളങ്ങനെ സ്ഥലം അങ്ങനെ ക്ലിയർ ചെയ്യുന്ന ഒരു പദ്ധതി പൊതുവേ ഉണ്ടാവാറില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പൊ ഹൈത്തം ഹൈത്തമി എന്ന് പറഞ്ഞിട്ട് ഒരു ബിരുദം നന്ദിദാറുസ്സലാം അറബിക് കോളേജിൽ തഖസ്സുസിന് നൽകുന്ന എന്ന് പറഞ്ഞാൽ തുഹഫ 10 വാള്യവും ഏകദേശം ഓതുന്ന ഒരു സിലബസ് ആണ് ഹൈത്തമി കോഴ്സ് എന്ന് പറയുന്ന. ഹൈത്തമി എന്ന് പറഞ്ഞ പലപ്പോഴും പലയിടത്ത് കേൾക്കും. അത് ഈ നന്ദിദാറുസ്സലാം അറബിക് കോളേജിൽ നിന്നും നൽകപ്പെടുന്ന തഖസ്സുസ് ബിരുദമാണ്. കാരണം തുഹഫയാണ് അതിലെ കാര്യമായ തഖസ്സുസ് വിഷയം. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഏതായാലും ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ ഹൈത്തമി തങ്ങളവർക്കുള്ള കിതാബ് ഇബ്നു ഹജർ എന്നാണ് ഒറ്റ ഭാഷയിൽ നമ്മൾ പറയാം. ഇബ്നു ഹജറിന്റെ തുഹ്ഫ റളിയല്ലാഹു അൻഹു. എളുപ്പത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ ഇബ്നു ഹജർ എന്നൊക്കെ പറഞ്ഞു പോകും. വലിയ ആദരവോടെ പറയേണ്ട വലിയ നാമാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ. അപ്പൊ ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ നാമം. അതോടൊപ്പം പിന്നെ കിതാബ് തീർന്നിട്ടില്ല, വേറെയും പലരുടെയും കിതാബാണ്. അപ്പൊ പലരുടെയും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമല്ല അവലംബിച്ചത്. ഒന്ന് അവലംബിച്ചത് ഇവരുടേതാണ്. 2 വബഖിയ്യത്തുൽ മുജ്തഹിദീൻ വജീഹിദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് അസ്-സബീദി റളിയല്ലാഹു അൻഹു. വബഖിയ്യത്തുൽ മുജ്തഹിദീൻ, ബഖിയ്യത്തുൽ മുജ്തഹിദീൻ എന്ന പേര് സ്ഥാനപ്പേരുള്ള മഹാൻ. വജീഹിദ്ദീൻ മിസ്രിൻ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. വബഖിയ്യത്തുൽ മുജ്തഹിദീൻ വജീഹിദ്ദീൻ, വജീഹിദ്ദീൻ എന്നും സ്ഥാനപ്പേരുള്ള, ബഖിയ്യത്തുൽ മുജ്തഹിദീൻ എന്നും വജീഹിദ്ദീൻ എന്നും സ്ഥാനപ്പേരുള്ള മഹാന്റെയും ഗ്രന്ഥം. അതാരാ? അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ്. സിയാദ് എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ അസ്-സബീദി, സബീദുകാരനായ സബീദി, അത് നാട്ടിന്റെ പേരാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് അസ്-സബീദി, ഇബ്നു സിയാദ് റഹിമഹുല്ലാ എന്ന് പറയും. അപ്പൊ ഇബ്നു ഹജർ തങ്ങളുടെയും ഇബ്നു സിയാദ് റഹിമഹുല്ലയുടെയും ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ഞാനിത് സെലക്ട് ചെയ്തിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. റളിയല്ലാഹു അൻഹുമാ. ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉസ്താദുമാരാണ്. അതുകൊണ്ട് 2 ശൈഖിന എന്ന് പറഞ്ഞിട്ടിട്ടത്. ഷൈഖിന ഖാത്തിമത്തുൽ മുഹഖിഖീനും ബഖിയ്യത്തുൽ മുജ്തഹിദീനും. അപ്പൊ മഹാനവരായ 2 ഉസ്താദുമാരാണ് ഇബ്നു സിയാദ് റഹിമഹുല്ലയും ഇബ്നു ഹജർ റഹിമഹുല്ലയും. ഫത്ഹുൽ മുഈനിൽ ഷൈഖുന എന്ന് പറഞ്ഞാൽ അത് ഭൂരിഭാഗവും ഇബ്നു ഹജർ തങ്ങളെ കുറിച്ചായിരിക്കും. നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ ചിലപ്പോൾ കിതാബിലൊക്കെ വരും. അപ്പൊ ഓർമ്മിക്കണം അത് ഇബ്നു ഹജർ തങ്ങളാണ്. അന്നേരം അവിടെ ചിലപ്പോൾ ഇബ്നു ഹജർ എന്നൊന്നും പറയില്ല. അതേസമയത്ത് ഇബ്നു സിയാദ് റഹിമഹുല്ലയെ പറയുന്നിടത്ത് ഷൈഖുന ഇബ്നു സിയാദ് എന്ന് തന്നെ കഴിവതും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ഇബ്നു സിയാദ് ഷൈഖുന എന്ന് പറയുന്നത് അഹ്മദ് ബിൻ ഹജർ അൽ ഹൈത്തമി തങ്ങളെ കുറിച്ചായിരിക്കും എന്നും കൂടി മനസ്സിലാക്കണം. പിന്നെയോ 2 ഗ്രന്ഥം മാത്രമല്ല, 2 പേരുടെ ഗ്രന്ഥം മാത്രമല്ല, വശൈഖൈ മശായിഖിനാ, നമ്മുടെ ഉസ്താദുമാരുടെ 2 ഉസ്താദുമാരുടെയും, നമ്മുടെ ഉസ്താദുമാരുടെ 2 ഉസ്താദുമാരുടെ ഗ്രന്ഥവും. വശൈഖൈ മശായിഖിനാ, നമ്മുടെ ഉസ്താദുമാരുടെ 2 ഉസ്താദുമാരുടെ ഗ്രന്ഥവും. ഏതൊക്കെയാണ് 2 ഉസ്താദുമാർ? ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് സക്കരിയൽ അൻസാരി. ഷെയ്ഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേരുള്ള, ഷെയ്ഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേരുള്ള ഒരാളായിരുന്നു ഇബ്നു തൈമിയ. ഇബ്നു തൈമിയേക്കാളും നമ്മൾ കൂടുതൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ മഹാനുഭാവനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ്
മുജദ്ദിദായ, ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടാകുമെന്നാണല്ലോ. ആ ഒരർത്ഥത്തിൽ മുജദ്ദിദ് എന്നൊക്കെ വളരെ സ്ഥാനം അലങ്കരിക്കാവുന്ന വലിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പൊ മുജദ്ദിദായ ബഹുമാനപ്പെട്ട സക്കരിയ, മുജദ്ദിദായ നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ സക്കരിയൽ അൻസാരി എന്ന മഹാനുഭാവന്റെ കിതാബും വൽ ഇമാമിൽ അംജദ്, അതുപോലെ വളരെ ശ്രേഷ്ഠനായ ഇമാം അഹ്മദ് അൽ മുസജ്ജദ് റഹിമഹുല്ലാ, അഹ്മദ് അൽ മുസജ്ജദ് സബീദി റഹിമഹുല്ലാ, സബീദുകാരനായ അഹ്മദ് അൽ മുസജ്ജദ് റഹിമഹുമുല്ലാഹു തആല, അവർ രണ്ടുപേർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ ഇമാമിന്റെയും ഗ്രന്ഥമാണ്, ആ ഇമാമിന്റെയും ഗ്രന്ഥമാണ് ഏത്? ആ ഗ്രന്ഥത്തെയും അവലംബിച്ചാണ്. മുജദ്ദദ് എന്നാൽ എന്ത് അല്ലെ? മുസജ്ജദ് അല്ലെ? അഹ്മദ് അൽ മുസജ്ജദ് റഹിമഹുല്ലാ. മുസജ്ജദ് കുറച്ചെന്തോ ഒരു പ്രയാസമുള്ളൊരു ഭാഗമാണ്, ഞാനൊന്ന് നോക്കട്ടെ. മുസജ്ജദ് അത് നാളെ ഞാൻ ടെക്സ്റ്റ് കൃത്യമായി ചെയ്തുതരാം. അപ്പോൾ എനിക്ക് എന്തോ ഒരു ആവശ്യം വന്നപ്പോ നോക്കി പറഞ്ഞു കൊടുത്തൊരു ഭാഗമാണ്, അതൊന്നുകൂടി നോക്കിയിട്ട് തന്നെ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആ മുജദ്ദിദ് ആണ് ചോദിച്ചത്. ഓക്കെ, ആ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ ഓരോ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ പുതുക്കുന്ന ആളാണ്. ജദീദ് നമുക്കറിയാലോ അല്ല, മുജദ്ദിദ് അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. മുജദ്ദിദ് എന്ന് പറഞ്ഞാല് ജദീദ് എന്ന് പറഞ്ഞാൽ പുതുതാവ് ഉണ്ടാവുക, പുതിയത് എന്നർത്ഥം. അപ്പൊ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടാകുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു പുനരുദ്ധാന, നവോത്ഥാന നായകൻ, നവോത്ഥാന പരിഷ്കർത്താവ് എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകനായി മുജദ്ദിദായി കണക്കാക്കപ്പെടുന്നവരാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതുപോലെ ചില ഇമാം ഗസാലി റഹിമഹുല്ലയെയും ചില ഓരോ നൂറ്റാണ്ടിലെയും മുജദ്ദിദീങ്ങളെ ചില മഹാന്മാരൊക്കെ ബിഗിയ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടും കാണാം. മുജദ്ദിദ് എന്ന് പറയാം. അത് മുജദ്ദിദ് അൽഫസാനിയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് സർഹിന്ദി തുടങ്ങി ഒരുപാട് മഹാന്മാരൊക്കെ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പരിശുദ്ധ ദീനിന് ഒരുപാട് ചില കോട്ടങ്ങളൊക്കെ വരുമ്പോ പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളും അതിന്റെ വകുപ്പുകളൊക്കെ ഒന്ന് കൂടുതൽ നവോത്ഥാനം, പുതിയ പുനരുദ്ധാനം നടത്താൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾക്കാണ് മുജദ്ദിദ് എന്ന് പറയുക. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഓരോ നൂറ്റാണ്ടുകളിലും അതിന്റെ കൃത്യമായ രൂപത്തിൽ ദീനിന്റെ പരിഷ്കർത്താവ് നിർവഹിക്കാൻ, ദീനിൽ വരുന്ന പോരായ്മകളും മറ്റൊക്കെ ഒന്നുകൂടി ഉഷാറാക്കാനൊക്കെ ഉണ്ടാകുന്ന ആളാണ്. എല്ലാ കാലത്തും ഉണ്ടാകും. ആരാണെന്ന് തീർത്തു പറയാൻ അല്പം പ്രയാസപ്പെടുമെന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഏറെക്കുറയും ഓക്കെ ഞാൻ കണ്ടു. ഇമാൻ മുഹമ്മദ് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ മുജദ്ദിദ് എന്ന് പറഞ്ഞ അതാണ് സംഭവം. പിന്നെ അതിലുള്ളത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞ മുസജ്ജദ് എന്ന് പറഞ്ഞ പ്രയോഗം അവിടെ വന്നിട്ടുണ്ട്. സബീദി എന്നോ സുബൈദി എന്നോ ചോദിച്ചിട്ടുണ്ട്. സബീദി എന്നാണ്. പഴയത് പുതുക്കുന്നത് എന്നല്ലേ? ശരി, പുതുക്കാൻ തന്നെ. അത് പറഞ്ഞാൽ ഉള്ള ദീനിനെ പൂർണ്ണമായും നല്ല രൂപത്തിൽ കൊണ്ടുവരിക, പുനരുദ്ധാരണം. അതെ, മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ എന്തൊക്കെയോ കൊണ്ടുവരാന്നല്ല, ഉള്ളതിനെ ഒന്ന് ഉഷാറാക്കുക എന്നൊക്കെ ചെയ്യുന്ന ആള്. അക്കാലത്ത് വളരെയധികം ഇസ്ലാമിനൊരു പുത്തനുണർവൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന ആളുകൾക്കാണ് മുജദ്ദിദ് എന്ന് പറയുക. അതെല്ലാ നൂറ്റാണ്ടിലും ഉണ്ടാകുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റൊക്കെ ഉണ്ടാവാം. അത് മറ്റൊരു വിഷയം. സബീദി എന്ന് തന്നെയാണ്, സുബൈദി അല്ല. അല്ലെ, സബീദി ഓർ സുബൈദി, സബീദിയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ അബിൽ ഹൈത്തം എന്ന് പറഞ്ഞ മിസ്റിലുള്ള ഒരു പാശ്ചാത്യൻ ജില്ലയിൽപ്പെട്ട ഒരു നാടാണ് അബിൽ ഹൈത്തം. അതിലേക്ക് ചേർത്താണ് ഹൈത്തമി എന്ന് പറയുന്നത്. അല്ലാതെ സുഡാനിലല്ല എന്നാണ് ആ ടെക്സ്റ്റ് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഒന്നൊരു ചെറിയ രൂപത്തിൽ പഠനം നടത്തിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം അല്ലെ. ഹിജ്റ 909 അഹമ്മദ് ബിൻ ഹജർ ജനിച്ചത്. ഫി മഹല്ലത്തി അബിൽ ഹൈത്തം. അബിൽ ഹൈത്തം എന്ന സ്ഥലത്താണ്. മിൻ ഇഖ്ലീമിൽ ഗർബിയ്യത്തി ഫി മിസ്ർ അൽ മൻസൂബി ഇലൈഹാ. മിസ്റിൽപ്പെട്ട പാശ്ചാത്യൻ നാടുകളിലുള്ള ഒരു അബിൽ ഹൈത്തം എന്ന് പറഞ്ഞ സ്ഥലം. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഒന്നും കൂടി തഹ്ഖീഖ് ചെയ്യാം അവിടെ കിട്ടെ. പിന്നെ അവിടെ വന്ന് മറ്റൊരു വിഷയമാണ് അഹ്മദ് അൽ മുസജ്ജദ് അല്ലെ. അൽ ഇമാമുൽ അംജദ് അഹ്മദ് അൽ മുസജ്ജദ്. അവിടെ ആ മുസജ്ജദ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പിന്നീട് പറഞ്ഞു തരാം. റഹിമഹുല്ലാഹു തആല, അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.
സുഡാനിൽ ഹൈത്തമുണ്ട് അല്ലെ? അതെ, ബിസ്മില്ലാഹി സൂറത്ത് പറഞ്ഞിട്ടുണ്ട്. സുഡാനിലും ഹൈത്തമുണ്ട്. അവിടെയാണോ എന്ന് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാന്ന് മാത്രം. അപ്പൊ ഏതായാലും അങ്ങനെ ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെ അവലംബാർഹമായ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ അവര് മാത്രമല്ല വഗൈരിഹിം, അവരല്ലാത്ത മറ്റു ഉസ്താദുമാരുടെയും അതുപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും മിൻ മുഹക്കിക്കിൽ മുതഅഖിരീൻ, പിൽക്കാലക്കാരായ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാരാൽ മറ്റു പലരിൽ നിന്നും. പക്ഷെ ഈ കിതാബുകളൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെയും ഞാൻ കൊണ്ടുവരുമ്പോ, അതെ, മിസ്റിൽ തന്നെയാണ് ഹൈത്തം എന്നാണ് മനസ്സിലാകുന്നത്. മിസ്റിൽ തന്നെയാണ് ഹൈത്തം എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അങ്ങനെ തന്നെയാണ്. ഹൈത്തം എന്ന് പറഞ്ഞത് മിസ്റിലുള്ള നാട് തന്നെയാണ്, സുഡാനിലുള്ളതല്ല. അതെ, പടിഞ്ഞാറൻ മിസ്റിലെ ഒരു ഗ്രാമമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെയാണ് സ്ഥിരപ്പെടുത്താം. മിസ്റിൽ തന്നെയാണ്, സുഡാനിലെ ഹൈത്തമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏതായാലും അപ്പൊ ഹൈത്തം എന്ന് പറഞ്ഞത് പടിഞ്ഞാറ് മിസ്രിലെ നാടായി, മിസ്രിലെ നാട് തന്നെയെന്ന് മനസ്സിലാക്കുക. സുഡാനിലെ അല്ല, സുഡാനിൽ ഹൈത്തമുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് മാത്രം. അപ്പൊ ഏതായാലും മുഹക്കിക്കിൽ മുത്താഖിരീൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ 4 എന്റെ ഉസ്താദുമാരുടെയും 2 എന്റെ ഉസ്താദുമാരും 2 ഉസ്താദുമാരുടെ ഉസ്താദുമാരായ ഈ 4 മഹാന്മാരുടെ അവലംബാർഹമായ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ലാ വഫാത്തായത് മക്കത്തുൽ മുക്കറമയിലാണ്, റജബ് മാസത്തിലാണ്. 973 റജബിലാണ് വഫാത്തായത്. മുഅല്ലയിലാണ് ബഹുമാനപ്പെട്ടവർ, മഖ്ബറത്തുൽ മുഅല്ലയിലാണ് ദഫൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്ക് കാണാം. ഏതായാലും ഇബ്നു ഹജർ തങ്ങൾ ജനിച്ചപ്പോ 909 ജനിച്ച് 973 വഫാത്തായ ഒരു മഹാനാണ്. 909 973 ഇടയിൽ എത്ര കാലമുണ്ട് സുഹൃത്തുക്കളെ? അപ്പൊ എത്ര വയസ്സുണ്ടെന്നും കൂടി നോക്കാലോ. ഏതായാലും 909 73 എത്രയാ? 64 അല്ലേ? അതെ, 64 വയസ്സ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. 64 പോരെ, 65 വേണോ? 909 to 73 അല്ലേ? 64 മതി അല്ലേ? അപ്പൊ ഏതായാലും മുഹക്കിക്കിൽ മുത്താഖിരീൻ, അത് 64 തന്നെ. അതെ, പിൽക്കാല പണ്ഡിതന്മാരാൽ. അത് തന്നെ മൂപ്പര് ഓരോന്നും ഈ മഹാന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അവലംബിക്കുമ്പോൾ ഏതിനെയാണ് മറ്റു പലതിനേക്കാൾ മുന്തിക്കുക എന്നതുമാണല്ലോ അറിയാൻ. 2 പേരും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ ഏത് അഭിപ്രായത്തെയാണ് മുന്തിക്കുക? മുഅ്തമിദൻ, അവലംബിച്ചവരായ നിലയിൽ, അലാ ജസമ ബിഹി ശൈഖൽ മദ്ഹബി അന്നവവിയ്യു വറാഫിഇയ്യു, ഇവരുടെ അഭിപ്രായങ്ങൾ തന്നെ സ്വീകരിക്കുമ്പോൾ മദ്ഹബിന്റെ 2 ശൈഖുമാരായ ഇമാം റാഫിഇയും ഇമാം നവവിയും അവലംബിച്ച ഒരഭിപ്രായത്തിന്മേൽ അവലംബിച്ചവരായ നിലയിൽ, മുഅ്തമിദൻ, പരിഗണിച്ചവരായ നിലയിൽ, അവലംബിച്ചവരായ നിലയിൽ, അലാമ, ഒരഭിപ്രായത്തിന്മേൽ, ജസമ ബിഹി, ആ അഭിപ്രായം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു, ശൈഖൽ മദ്ഹബി, മദ്ഹബിന്റെ 2 ശൈഖുമാർ. അതാരാണ്? അന്നവവിയു വറാഫിഇയ്യു, ഇമാം നവവിയും റാഫിഇയും റളിയല്ലാഹു അൻഹുമാ. ഈ 2 മഹാന്മാരും ഒരഭിപ്രായത്തിൽ ഏകോപിച്ചാൽ ആ അഭിപ്രായത്തെയായിരിക്കും മുൻഗണനാക്രമം നൽകുക. മുൻഗണന നൽകുന്ന കൂട്ടത്തിൽ ഇമാം നവവിയും റാഫിയയും റളിയല്ലാഹു അൻഹുമാ 2 പേരും ഒരു വിഷയത്തിൽ ഏകോപിക്കുകയാണെങ്കിൽ ആ അഭിപ്രായത്തെയാണ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുക. ഫന്നവവിയു, ഇമാം നവവിയും റാഫിയും 2 പക്ഷത്താണെങ്കിൽ പിന്നെ നവവി ഇമാമിന്റെ പക്ഷമാണ് പിടികൂടുക. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രന്ഥം രചിച്ചത്. ഇമാം നവവി റഹിമഹുല്ലയും റാഫി റഹിമഹുല്ലയും ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ഷെയ്ഖുമാരായി കണക്കാക്കപ്പെടുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായി ബഹുമാനപ്പെട്ടത് അവലംബിച്ച മാർഗം നവവി ഇമാമും റാഫി ഇമാമും ഏകോപിച്ച അഭിപ്രായമാണെങ്കിൽ അത് തന്നെ, പിന്നെ മറ്റാരുടെയും അഭിപ്രായത്തെ പരിഗണിക്കുന്നില്ല. അതേസമയം 2 പേരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഫന്നവവിയു, നവവി ഇമാമും ഫമുഹക്കിക്കുൽ മുത്താഖിരീന, പിന്നെ പിൽക്കാലക്കാരായ സൂക്ഷ്മാലുക്കളായ ഇബ്നു ഹജർ തങ്ങളെ പോലെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു സക്കരിയ അൽ അൻസാരി തങ്ങളെ പോലെ, ഇബ്നു സിയാദ് റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാരെയും അവലംബിക്കും. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ടൊക്കെ അള്ളാഹു തൃപ്തിപ്പെടുമാറാവട്ടെ. ഹഷീം മുസ്തഫ കറാർ, സുഡാനിൽ ഫുട്ബോൾ പ്ലെയർ. അങ്ങനെ ഒരാളുണ്ട് അല്ലെ? ഹൈസം മുസ്തഫ കറാർ, സുഡാനിൽ ഫുട്ബോൾ പ്ലെയർ, കളിക്കാരനാണ്. അല്ലാഹു അലം, ഏതായാലും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഏതായാലും ആ രൂപത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഇൻഷാ അല്ലാഹ്
ബാക്കി ഭാഗം മൂപ്പര് രചിക്കുമ്പോൾ രചിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ആ ഉദ്ദേശം പൂർണ്ണമായും നിറവേറ്റിയിട്ടുണ്ട്. നമുക്കും അത് പഠിക്കാനും ആ ഉപകാരമൊക്കെ ഉൾക്കൊള്ളാനും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ ഒന്നും കൂടി ക്ലാസ് സജീവമാകുക. പറഞ്ഞ പോലെ ഇങ്ങനെ നാടും അതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്കും പരസ്പരം വിവരങ്ങളൊക്കെ ധാരാളം പഠിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഒരുപാട് സംശയങ്ങൾ പല രൂപത്തിലുള്ള വിവരമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും പൊരുത്തപ്പെട്ട കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയുന്നത് അപ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ പിന്നീട് പറയാനും ശ്രമിക്കാം. ഒരുപാട് ഉസ്താദുമാരൊക്കെയും കേൾക്കുന്നവരിലുണ്ട്. അപ്പൊ അവരും നമുക്ക് തിരുത്തി തരും. നമുക്ക് കൂടുതൽ വിവരം നൽകാൻ വലിയ ഉപകാരപ്പെടുമെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ചോദ്യകർത്താക്കൾക്ക് വേണ്ടി തൽക്കാലം മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ചോദ്യകർത്താക്കൾ ആരെങ്കിലും റൈസ് ചെയ്യാണ്, മൈക്ക് റിലീസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് പിരിയാം. ജബീദോ സുബൈദോ എന്നൊന്നുകൂടി ആ ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിക്കുന്നുണ്ട്. ജബീദി എന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് നാളെ പറയാം. എന്തോ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും രേഖയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അല്ല ജബീദോ അല്ല, മനസ്സിലായില്ല. അബൂ സഫീദ എന്ന സുഹൃത്ത് ഒന്നുകൂടി ഒന്ന് എന്താണ് അതിന്റെ വ്യക്തമായ വകുപ്പൊന്ന്. സ്ഥലമല്ല. ആ പിന്നെ സബീദി എന്ന് പറഞ്ഞത് സ്ഥലമല്ല. അങ്ങനെയാണ്. എന്നാ അബൂ സഫീദ സുഹൃത്തിനെ പരിചയപ്പെടുത്തേ, മൈക്കെടുത്ത് ചോദിക്കും. അന്നൊക്കെ മൈക്കിൽ വന്ന് ബഹുമാനം അബൂ സഫീദ ഒന്ന് പറയണം. സബീദ എന്ന സ്ഥലം എന്നാണ് മനസ്സിലാക്കിയതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തേണ്ടി വേണമല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അബൂ സഫീദ 2011 മൈക്കെടുക്കാനോ അല്ലെങ്കിൽ ആളുടെ പേരിലേക്ക് ചേർത്ത് ഇമാം ഷാഫിയെ പോലെയാണ് എന്നാണെങ്കിൽ ഒന്ന് ഉറപ്പിക്കണം. ഒന്ന് കൃത്യമായി ഒന്ന് ചെയ്. അബൂ സഫീദ, എന്റെ ശബ്ദം കേൾക്കുന്നില്ല സുഹൃത്തെ, അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റിംഗും ചെയ്. സബീദ് എന്ന സ്ഥലം എവിടെ? അങ്ങനെ ചോദ്യം അല്ലെ. സബീദ് എന്ന സ്ഥലം എവിടെ? ഇൻഷാ അല്ലാഹ് അത് നോക്കാം. പരിചയമില്ല, ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് PM ചെയ്ത് പറയുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണോ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അറിയിക്കാം. അബൂ സഫീദൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പിടുത്തുണ്ടെങ്കിൽ അറിയിക്കണേ. സബീദ് എന്ന സ്ഥലം എവിടെയെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഓക്കെ, ഇൻഷാ അല്ലാഹ് പരിഗണിക്കാം. അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പിടുത്തുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് കൂടി ആവശ്യപ്പെടുക. സബീദ് എന്ന സ്ഥലം അറിയുന്ന ആരെങ്കിലും ഉസ്താദുമാരോ മറ്റോ ഉണ്ടെങ്കിൽ ഇല്ല ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയോ മറ്റന്നാളെയോ ഇൻഷാ അല്ലാഹ് പറയാം. അധികപക്ഷവും നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നാളെ ഒരു വേറെ പ്രോഗ്രാം ഉണ്ട് എന്നാണ് ഓർമ്മ. ബുധനാഴ്ച അതൊരു മയ്യത്ത് പരിപാലന ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊന്നും എടുക്കാനുള്ള ആഫിയത്തില്ല. ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വ്യാഴം വെള്ളി കുരുന്നുകൂട്ടം ഇൻഷാ അല്ലാഹ് കഴിവതും ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും. അവർ ഇൻഷാ അല്ലാഹ് കഴിവതും എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും സംശയങ്ങളൊക്കെ പരസ്പരം നമുക്കൊക്കെ തീർക്കാനൊക്കെ ശ്രമിക്കാം. അതെ, സബീദ് യമനിലാണെന്ന് ടെക്സ്റ്റ് ഉണ്ട്. ഗൂഗിൾ ആയിരിക്കും അല്ലെ. സബീദ് യമനിലാണ് സുഹൃത്ത്. അതെ, ഗുൽമാൻ മുഹമ്മദ് എന്ന സുഹൃത്ത് യമനിലാണെന്ന് അടിച്ചിട്ടുണ്ട്. ഏതായാലും സബീദ് യമനിൽ തന്നെ. യമനിൽ അബ്ദുറഹ്മാൻ ബിൻ സിയാദ് സബീദും ഇൻഷാ അല്ലാഹ് അവരുടെ ചരിത്രം നോക്കി എളുപ്പത്തിൽ ഇതാകും. ഗൂഗിൾ എർത്ത് നോക്കും. ഗൂഗിൾ എർത്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഏതായാലും നമുക്ക് അത് ഇൻഷാ അല്ലാഹ് വേണമെന്നും കൂടി പിന്നീട് തഹ്ഖീഖാക്കാം. ഏതായാലും നസ്രുദ്ദീൻ ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമും ആയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമുക്ക് വലിയ നാഫിയായ ഇൽമായി അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവന്റെ ദീൻ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല മുത്താലിമീങ്ങളിലും ആലിമീങ്ങളിലും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട